സ്വാഗതം. മലയാളം ക്ലബ് അംഗങ്ങളാണ് ഇന്നത്തെ റേഡിയോ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഞാൻ ആർജി സൂര്യഗായത്രി. റേഡിയോ കുന്നൂർക്കുന്നിലെ ആദ്യ ഇനം എന്താണെന്ന് അറിയണ്ടേ? ഏഴിയിലെ സൂരജ് ബാബു ഇതാ അടിപൊളി നാടൻ പാട്ടുമായി എത്തുന്നു. സൂരജ്, റേഡിയോ കുന്നൂർക്കുന്നിലേക്ക് സ്വാഗതം. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാലിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാലിലെ നല്ലമ്മേ ആടിക്കളിക്കുമ്പോഴേ അമ്മ വാർമുടി കെട്ടുമ്പോഴേ ആടിക്കളിക്കുമ്പോഴേ താളം പിടിക്കണ കണ്ണാരൻ ചാത്തണണ്ട ചന്ദ്രത്തിലേ കാവുകറിയണണ്ട ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ അരപ്പട്ടം ചേരിനാലേ അരക്കത്തരാമണിയും അരപ്പട്ടം ചേരിനാലേ അരക്കത്തരാമണിയും അമ്മ ചെഞ്ചോര ചുണ്ടിടലേ പുഞ്ചിരി തൂകുമ്പോഴേ അമ്മ വാരി പുണയുമ്പോഴേ കണ്ണു തെളിയണണ്ട ആടാടി ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കായിലെ നല്ലമ്മേ വടക്കുന്ന് വന്നവളേ എന്റെ നല്ലച്ഛൻ പൊന്നകളേ വടക്കുന്ന് വന്നവളേ നല്ലച്ഛൻ പൊന്നകളേ ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. നന്ദി സൂരജ്. അടുത്തതായി ഒരു പ്രസംഗം കേട്ടാലോ? ഏഴിയയിലെ ജ്യോതികയാണ് പ്രസംഗവുമായി എത്തുന്നത്. മാന്യ ശ്രോതാക്കൾക്ക് എന്റെ വന്ദനം. ഈ വേദിയിൽ വിദ്യാഭ്യാസവും ആരോഗ്യവും എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കുവാനാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് രാജ്യത്തിന്റെ സമ്പത്ത്. അതേപോലെ വിദ്യാഭ്യാസത്തിലൂടെ മനോവികാസം നേടിയ ജനതയാണ് നാടിന്റെ സമ്പത്ത്. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടായിരിക്കുകയുള്ളൂ. ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അറിവിനെ സ്വീകരിക്കാനും സ്വാംശീകരിക്കാനും സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ശാരീരിക, മാനസിക, സാമൂഹ്യ സുസ്ഥിതിയെയാണ് ആരോഗ്യം എന്ന് നിർവചിക്കുന്നത്. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. അതേസമയം വിദ്യാഭ്യാസം ഒരാളുടെ വളർച്ചയ്ക്കും വികാസത്തിനും വിജയത്തിന്റെയും ശോഭനമായ ഭാവിയുടെയും താക്കോലായും സഹായിക്കുന്നതുമാണ്. വിദ്യാഭ്യാസത്താൽ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ എങ്ങനെ സൃഷ്ടിക്കാമെന്നും ഭാവി തലമുറകൾക്ക് അത് നിലനിർത്താമെന്നും നിലനിൽപ്പിനായുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കാമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനാൽ തന്നെ ആരോഗ്യവും വിദ്യാഭ്യാസവും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയായ വിദ്യാഭ്യാസം, ശരിയായ ആരോഗ്യം, അവ രണ്ടും ഒന്നിച്ചു ചേർന്നതാണ് യഥാർത്ഥത്തിൽ സമ്പുഷ്ടമായ സമൂഹം. ഇതാണ് ആരോഗ്യ വിദ്യാഭ്യാസം എന്ന നൂതന കാഴ്ചപ്പാടിന്റെ പ്രസക്തി.
ആരോഗ്യ വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും മൊത്തത്തിലുള്ള ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നു. ആത്യന്തികമായി രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ആരോഗ്യ വിദ്യാഭ്യാസം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മെച്ചപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസം ഉയർന്ന ആയുർദൈർഘ്യത്തിനും ഉയർന്ന ജീവിത നിലവാരത്തിനും കാരണമാകുന്നു. ഒരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ആരോഗ്യനില മെച്ചപ്പെടുത്തുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നത്. ആരോഗ്യം നിലനിർത്താനും രോഗങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കാനുമുള്ള വഴികൾ ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്തുന്നതാണ് ശരിയായ ആരോഗ്യ വിദ്യാഭ്യാസം. ശരിയായ ആരോഗ്യ വിദ്യാഭ്യാസം നേടിയ വ്യക്തിക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വ ബോധം വളരുന്നു. ആരോഗ്യത്തെയും ശുചിത്വത്തെയും കുറിച്ചുള്ള അടിസ്ഥാന ആരോഗ്യ അറിവ് നൽകുന്നു. കൂടാതെ ശാരീരിക ആരോഗ്യം, സമ്മർദ്ദം, വിഷാദം അല്ലെങ്കിൽ മറ്റ് വൈകാരിക അസ്വസ്ഥതകൾ പോലുള്ള മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആരോഗ്യ വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നു. ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ ആരോഗ്യ വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ്. വിവിധ പകർച്ചവ്യാധികളും സാംക്രമികേതര രോഗങ്ങളും ഇപ്പോഴും പ്രതിവർഷം ആയിരക്കണക്കിന് ജീവൻ അപഹരിക്കുന്നു. ശിശുമരണ നിരക്കും ഉയർന്നതാണ്. ജനങ്ങളുടെ ആരോഗ്യം ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും അവരുടെ ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെയും സാക്ഷരതയുടെയും നിലവാരം ഉയർത്തുന്നതിനും ഫലപ്രദമായ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് അനിവാര്യമാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ശാരീരിക ക്ഷേമം മാത്രമല്ല, അവരുടെ വൈകാരികവും മാനസികവും പോഷകപരവുമായ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഒരു രാജ്യമാണ് ഉണ്ടായി വരേണ്ടത്. 14 വയസ്സുവരെ നിർബന്ധമായും സൗജന്യമായ പ്രാഥമിക വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ഉച്ചഭക്ഷണ പദ്ധതി, സൗജന്യമായ പാഠപുസ്തകങ്ങൾ, ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിനായി പ്രത്യേക പാഠ്യപദ്ധതി, രാജ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ഗർഭിണികൾക്കും ശിശുക്കൾക്കും കൗമാരപ്രായമുള്ളവർക്കും പ്രത്യേക ചികിത്സാ പദ്ധതി, അംഗനവാടികളിൽ പ്രത്യേക പോഷണ പദ്ധതി, ശിശു സൗഹൃദമായ പഠനാന്തരീക്ഷം, കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നിയമ സംവിധാനം എന്നിവ വിദ്യാഭ്യാസവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പദ്ധതികളാണ്. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് അടിമത്തം, വർദ്ധിച്ച ലഹരി ഉപയോഗം, മാനസിക ശാരീരിക പ്രശ്നങ്ങൾ എന്നിവ ഇന്ന് വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും കാർന്നു തിന്നുന്ന ഇക്കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ കൃത്യവും ഫലപ്രദവുമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ശരിയായ ആരോഗ്യവും ശരിയായ വിദ്യാഭ്യാസവും സ്വായത്തമാക്കി നാളത്തെ പൗരന്മാരായ നമ്മൾ കുട്ടികൾക്ക് വളരാം. മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി ജ്യോതിക. അടുത്തതായി നമുക്കൊരു കവിത കേൾക്കാം. അവതരിപ്പിക്കുന്നത് 7Fലെ ആരാധ്യ. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമി ഗാനമൊന്നിറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന്നു കിളികളില്ല. പതിവുപോൽ കൊത്തി പിരിഞ്ഞുപോയി മെയ്ച്ചൂടിലടവെച്ചുണർത്തിയ കൊച്ചുമക്കൾ. പതിവുപോൽ കൊത്തി പിരിഞ്ഞുപോയി മെയ്ച്ചൂടിലടവെച്ചുണർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂവുണർന്ന നേരം. ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി.
ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചൊട്ടിലെ പുല്ലുമുണ്ട്. ആരുമില്ലെങ്കിൽ എന്തായിരം കൊമ്പത്ത് താരുകളുണ്ട്, താരങ്ങളുണ്ട്. അപ്പാട്ടിലാഹ്ലാദത്തേനുണ്ട്, കനിവെഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിന്റെ നോവ് മറന്നുപോകേ. ഇനിയും പറക്കില്ല എന്നതോർക്കാതെയാ വിരിവാനമുള്ളാൽ പുണർന്നുകൊണ്ടേ. വെട്ടിയ കൊറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റച്ചിറകിന്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഇതോടെ ഇന്നത്തെ റേഡിയോ പരിപാടികൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച വരാം. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. മലയാളം ക്ലബിനു വേണ്ടി നിങ്ങളുടെ സ്വന്തം RJ സുനികാന്ത്.